ബട്ട് നിരീശ്വരവാദികൾ വിശ്വസിക്കുന്നത് നത്തിങ്ങിൽ നിന്നാ പ്രപഞ്ചം മൊത്തം ഉണ്ടായത്. അത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അത് ഒരു വല്ലാത്ത ഒരു അഭിപ്രായമായിപ്പോയി. ഭൗതികമായ എല്ലാത്തിനും ഒരു തുടക്കമുണ്ട്. ബേസിക്കലി ഇതൊരു സ്ട്രോമാൻ ആണ്. ദൈവവിശ്വാസികൾ ദൈവത്തെ വിശ്വസിക്കാത്തവരോട് പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുന്നതിലൂടെ അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ വിശ്വാസികൾക്ക് ഇതിനെല്ലാം നല്ല തൃപ്തികരമായ ഉത്തരമുണ്ട്, പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കാത്ത നിങ്ങൾക്ക് ഇതിനൊന്നും ഉത്തരമില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളെ വിശ്വാസം അത്ര ശരിയല്ല. ഒരു ലോകവീക്ഷണം, എനി വേൾഡ് വ്യൂ റാഷണൽ ആകണമെങ്കിൽ അത് മിനിമം ചില ക്രൈറ്റീരിയകളെ മീറ്റ് ചെയ്യണം, അല്ലെ? അടിസ്ഥാനപരമായ ചില ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതായിരിക്കണം. അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാത്ത ലോകവീക്ഷണം യുക്തിപരമായ ഒരു ലോകവീക്ഷണമല്ല. അത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അത് ഒരു വല്ലാത്ത ഒരു അഭിപ്രായമായിപ്പോയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേൾഡ് വ്യൂ റാഷണൽ ആവാൻ വേണ്ടിയിട്ട് അതിന് കൃത്യമായുള്ള റാഷണൽ ജസ്റ്റിഫിക്കേഷൻ മാത്രം മതി. അല്ലാതെ ഈ ഫണ്ടമെന്റൽ ചോദ്യങ്ങൾ, അടിസ്ഥാന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ആശിഷ് തന്നെ കൊണ്ടുവന്നൊരു സാധനമാണ്. അത് എന്തുകൊണ്ട് മറ്റുള്ള ആൾക്കാർ എടുക്കണം എന്നുള്ളത് ആശിഷ് ജസ്റ്റിഫൈ ചെയ്യണം. ഈ വിശ്വാസികളെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉളവായത്? ഹൗ കുഡ് സംതിങ് കം ഫ്രം നത്തിങ് എന്നൊരു ചോദ്യം റെലവൻ്റ് ആണോ എന്ന് പോലും സംശയമുണ്ട്. കാരണം നത്തിങ് എന്നൊരു അവസ്ഥ ഉണ്ടോ? നിരീശ്വരവാദികൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വിശ്വാസികൾ ശാസ്ത്രത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പറയും, ഭൗതികമായ എല്ലാത്തിനും ഒരു തുടക്കമുണ്ട്. ഇന്നത്തെ കറന്റ് സയന്റിഫിക് സെറ്റിംഗിൽ ഈസ് എ വെരി എസ്റ്റാബ്ലിഷ്ഡ് തിയറി. യൂണിവേഴ്സ് എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ടൈമിനെ നമ്മൾ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സ് ചുരുങ്ങി അതൊരു ഫൈനൈറ്റ് ബട്ട് ഡെൻസ് ആയിട്ടുള്ള ഒരു മാറ്ററിലേക്ക് ചുരുങ്ങും. ആശിഷ് തന്നെ ഈ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ശാസ്ത്രം പറയുന്നത് പ്രപഞ്ചം ഒരു ഡെൻസ് സ്റ്റേറ്റിലായിരുന്നാണ്. അപ്പോൾ ശാസ്ത്രം പോലും നത്തിങ്ങിൽ നിന്ന് പ്രപഞ്ചം വന്നു എന്ന് ശാസ്ത്രം പറയുന്നില്ല. ശാസ്ത്രം പോലും പറയുന്നത് പ്രപഞ്ചം ഒരു ഡെൻസ് അവസ്ഥയിലായിരുന്നു എന്നാണ്. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഒരു പോസിബിൾ സൊല്യൂഷൻ ആണ് യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ്. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു ബലൂൺ നമ്മളിങ്ങനെ ഊതുവിരിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ, സോ ഇറ്റ്സ് എക്സ്പാൻഡിങ്. ബട്ട് നമ്മൾ ടൈമിനെ ഒന്ന് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്റ്റിൽ ആ ബലൂൺ ഒരു എന്താ, ഇറ്റ് വാസ് ജസ്റ്റ് എ പോയിന്റ്. ഒരു ബലൂൺ പോലെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ യൂണിവേഴ്സ്. അപ്പം നമ്മളിത് റീവൈൻഡ് അടിച്ചു നോക്കിയാൽ എന്താണ്, ഈ വലിയ യൂണിവേഴ്സ് ഇങ്ങനെ ചെറുതായി വരണം. എന്നിട്ട് ചെറുതായി ലാസ്റ്റ് എന്താ കിട്ടുക? ഒരു കാറ്റില്ലാത്ത ബലൂണാണ് കിട്ടുക. കാറ്റെല്ലാം പോയി തീർന്ന ഒരു ബലൂൺ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ലാസ്റ്റ് കിട്ടിയത് കാറ്റ് പോയി തീർന്ന ഒരു ബലൂണാണ്, അല്ലാണ്ട് ബലൂൺ ഇല്ലായ്മയല്ല. ബലൂൺ ഇല്ലാത്തൊരവസ്ഥയിലേക്കല്ല പോയത്, ഇത് ചെറുതായിട്ട്. ഇപ്പോൾ അതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനറൽ റിലേറ്റിവിറ്റിയുടെ ഒരു ഇംപ്ലിക്കേഷനാണ് ആശിഷ് പറയുന്ന ഈ യൂണിവേഴ്സിനൊരു ബിഗിനിങ് ഉണ്ട് എന്ന് പറയുന്ന കാര്യം. അത് യൂണിവേഴ്സിൻ്റെ ഏർലി സ്റ്റേജസിൽ ജനറൽ റിലേറ്റിവിറ്റി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഇൻഫറൻസ് ആണ് പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ടെന്നുള്ള കാര്യം. പക്ഷേ നമുക്കിന്ന് വ്യക്തമായിട്ട് അറിയാം, ജനറൽ റിലേറ്റിവിറ്റി പ്രപഞ്ചത്തിൻ്റെ ഇനിഷ്യൽ സ്റ്റേജസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളത്. ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ഓഫ് ദി ഡൊമെയിൻ ഓഫ് ജനറൽ റിലേറ്റിവിറ്റി. കാരണം പ്രപഞ്ചത്തിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ ക്വാണ്ടം എഫക്ട്സ് വളരെയധികം ഡോമിനൻ്റ് ആയിരിക്കും. അത്തരം കേസുകളിൽ ജനറൽ റിലേറ്റിവിറ്റി നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്വാണ്ടം തിയറി ഓഫ് ഗ്രാവിറ്റി ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അത് ഡെവലപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ആ ഒരു ഏർലി സ്റ്റേജസിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് വിശദമായി പഠിക്കാൻ കഴിയുള്ളൂ. 1970-കളിലും 1980-കളും 90-കളുടെ ആദ്യങ്ങളിലൊക്കെ സയന്റിസ്റ്റുകള് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അംഗീകരിച്ച ഒരു കാര്യം, യൂണിവേഴ്സ് ബിഗാൻ. ഒരു പ്രശസ്ത ഫിസിസിസ്റ്റ് ഉണ്ട്, ലീസ് മോൾ എന്ന് പറഞ്ഞിട്ട്, ഒരു അമേരിക്കൻ തിയററ്റിക്കൽ ഫിസിസിസ്റ്റാണ് മൂപ്പര്. പുള്ളിയുടെ ദിസ് ഐഡിയ മസ്റ്റ് ഡൈ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ദിസ് ഐഡിയ മസ്റ്റ് ഡൈ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ലീസ് മോൾ ഒരു ചാപ്റ്റർ ചെയ്തിട്ടുണ്ട്. പേജ് 32 to 34 അവിടെ ഉള്ളൊരു ജസ്റ്റ് ഒരു കൊട്ടേഷൻ ഞാൻ വായിക്കാം. ഇൻ മൈ ഫീൽഡ് ഓഫ് ഫണ്ടമെൻ്റൽ ഫിസിക്സ് ആൻഡ് കോസ്മോളജി, ദി ഐഡിയ മോസ്റ്റ് റെഡി ഫോർ റിട്ടയർമെൻറ്റ് ഇസ് ദാറ്റ് ദി ബിഗ് ബാങ് വാസ് ദി ഫസ്റ്റ് മൊമെൻറ്റ് ഓഫ് ടൈം. ആശിഷ് പറഞ്ഞ അതേ കാര്യമാണ് ദി ഐഡിയ മോസ്റ്റ് റെഡി ഫോർ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത്. ഞാനിതിൻ്റെ ഒരു ക്ലിയർ കട്ട് അനാലിസിസ്, അതായത് ഈ ഒരു വിഷയത്തിൽ ഇന്നത്തെ എല്ലാ ഫിസിക്കൽ മോഡൽസ് കൊടുത്ത് ഇന്നത്തെ ലേറ്റസ്റ്റ് ഫിസിക്സ് വെച്ചിട്ട് പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ടോ അല്ലെങ്കിൽ ഒന്നുമില്ലായ്മ വന്നതാണോ എന്നുള്ള സയൻസിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഡാനിയൽ ലിൻഫോർഡ് എന്നുള്ള ഒരു ഫിലോസഫർ. ആൾ ഫിലോസഫി ഓഫ് സയൻസിൽ വർക്ക് ചെയ്യുന്ന ഫിലോസഫറാണ്. ആളുടെ PhD തീസിസ് ഈ ഒരു വിഷയത്തിലാണ്. പ്രഡ്യൂ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഫിലോസഫറാണ്.
അപ്പോൾ എന്താ എല്ലാവർക്കും അത് റെക്കമെൻഡ് ചെയ്യുന്നു. അത് ഓൺലൈനിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അത് വായിച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഓക്കെ, ബേസിക്കലി ഡാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന ഏത് ഫിസിക്കൽ തിയറിയുടെ ഏത് ഇൻ്റർപ്രിട്ടേഷൻ എടുത്താലും, ഏത് തരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷൻ എടുത്താലും ഒന്നെങ്കിൽ പ്രപഞ്ചം എറ്റേണലായിട്ട് പിന്നോട്ട് പോകുന്നു. ഇപ്പോൾ റോജർ പെൻറോസ് ഒരു ഫേമസ് ഫിസിസിസ്റ്റാണ്. ആളുടെ മോഡൽ പോലെ ഒരു യൂണിവേഴ്സ് കഴിഞ്ഞ് ഒരു ബിഗ് ബാങ് കഴിഞ്ഞ് അടുത്ത സൈക്കിൾ, ഇങ്ങനെ ഓരോ സൈക്കിൾ കടന്നു വരുന്നു. അല്ലെങ്കിൽ ഒരു ഇനീഷ്യലായിട്ടുള്ളൊരു സ്റ്റേറ്റ്, എന്തെങ്കിലും ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് ആയിരിക്കും, അവിടെ എന്താ ദൈവമോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളൊന്നുമില്ല. ആ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് പിന്നീട് ഈ യൂണിവേഴ്സ് ഉണ്ടായി വരുന്നു. അപ്പോൾ ഏത് ഫിസിക്കൽ മോഡൽ എടുത്തു കഴിഞ്ഞാലും, ഇന്ന് ലൈവായിട്ടുള്ള ഏത് ഫിസിക്കൽ മോഡൽ എടുത്തു കഴിഞ്ഞാലും ബിഗ് ബാങ് തന്നെയാണ്. ആരും സ്റ്റഡി സ്റ്റേറ്റ് ഒന്നും ഇപ്പോൾ എടുക്കുന്നില്ല. ഇവിടെ ഭൗതികമായ എല്ലാത്തിനും തുടക്കമുണ്ട് എന്ന് ശാസ്ത്രം ഉപയോഗിച്ചിട്ട് തെളിയിക്കാനുള്ള വിശ്വാസികളുടെ ഒരു പരിശ്രമം ഇവിടെ പരാജയപ്പെടുകയാണ്. ഇനി ഈ റൂട്ടൊക്കെ ഒരു വിശ്വാസി എടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും വരിക എന്നുള്ളത് ഒരു മണ്ടത്തരാണ് എന്നുള്ള അടുത്തൊരു പോയിന്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. നത്തിങ് കംസ് ഫ്രം നത്തിങ് അല്ലേ? എന്നേലും നത്തിങ്ങിൽ നിന്ന് എന്തേലും ഉണ്ടായി വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഒരു ബിരിയാണി അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉണ്ടായി വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് ഒന്നുമില്ലായ്മയിൽ നിന്നൊരു ബിരിയാണി വരുന്നത് റിഡിക്കുലസ് ആണെങ്കിൽ, സെയിം ലെവലിൽ തന്നെ നിൽക്കുന്ന റിഡിക്കുലസ് ആണ് ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു സർവശക്തനായ ഒരു ഷെഫ് എന്ന് പറയുന്നു, നോക്കൂ എനിക്ക് ഭയങ്കര ശക്തിയുണ്ട്, അതുകൊണ്ട് എനിക്ക് ഒന്നുമില്ല, എനിക്ക് അരിയും വേണ്ട, ചെമ്പും വേണ്ട, മസാലകളും വേണ്ട, ചിക്കനും വേണ്ട, അതെ ഞാൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയ ചിക്കൻ ബിരിയാണിയാണിത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു സാധനത്തിന് വരാൻ പറ്റില്ലെങ്കിൽ ആർക്കും ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു സാധനത്തിന് എടുക്കാനും പറ്റൂല. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു സാധനം വരൂല എന്ന് പറയുന്നതിന്റെ അതേ ഇൻഡ്യൂറ്റീവ് സ്ട്രെങ്ത് ആണ് ഒരു ഒന്നുമില്ലായ്മയിൽ നിന്ന് ആർക്കും ഒരു സാധനം കൊണ്ടുവരാനും പറ്റില്ല എന്നുള്ളത്. നമുക്കിപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നും വരില്ല എന്ന് തോന്നാനുള്ള കാരണം നമ്മൾ ചുറ്റും നോക്കുമ്പോൾ അങ്ങനെ നമ്മൾ കാണുന്നില്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു മരം, ബിരിയാണി ഇങ്ങനത്തെ വരുന്നതൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷെ അതേപോലെ തന്നെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു മരവും ബിരിയാണി ഉണ്ടാക്കുന്നതും നമ്മൾ കാണുന്നില്ല. അപ്പം എന്താണ് ഗോഡ് എങ്ങനെ ഇത് ചെയ്തു എന്നുള്ളതിന് ഒരു എക്സ്പ്ലനേഷൻ വേണം. ഇഫ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ സംതിങ് ടു കം ഫ്രം നത്തിങ്, then it is impossible for anybody or anything to make something come from nothing. അപ്പൊ അങ്ങനെ ഒരു ക്ലെയിം വെക്കുന്ന ഒരാൾ ഒരു എക്സ്പ്ലനേഷൻ തരണം. ഇങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ഈ അബ്സർഡ് കൺക്ലൂഷൻ എസ്കേപ്പ് ചെയ്യാൻ, അതായത് ഒന്നുമില്ലായ്മ നിന്ന് പ്രപഞ്ചം വന്നു എന്ന് പറയുന്ന അബ്സർഡ് കൺക്ലൂഷൻ എസ്കേപ്പ് ചെയ്യാൻ നിരീശ്വരവാദികൾ മൾട്ടിവേഴ്സിലേക്ക് തിരിയുന്നു. and the idea of multiverse is illogical. അപ്പോൾ മൾട്ടിവേഴ്സ് വളരെ ഇല്ലോജിക്കലായിട്ടുള്ള കാര്യമാണെന്നാണ് ആശിഷ് പറയുന്നത്. പക്ഷേ ഒരു ലോജിക്കൽ കോൺട്രഡിക്ഷനും ആശിഷ് തന്നിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് രസകരമായിട്ടൊരു കാര്യം. ഇതിനകത്ത് മൾട്ടിവേഴ്സിന്റെ പ്രശ്നമായി ആശിഷ് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, there will be a universe, ഒരു സങ്കല്പീയ യൂണിവേഴ്സ് നമുക്ക് ശ്രമിക്കാം. ഇതുപോലെ തന്നെ നാം ഇരുന്ന് സംസാരിക്കുകയാണ്. ബട്ട് വി വർ ക്രിയേറ്റഡ് 1 minute ago. നമ്മൾ 1 മിനിറ്റ് മുമ്പാണ് നമ്മളെ സൃഷ്ടിച്ചത്. Now the question is, ആ യൂണിവേഴ്സിൽ അല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഇത് മൾട്ടിവേഴ്സിന്റെ ഒരു പ്രശ്നമാണെങ്കിൽ തീസത്തിന് ഇതൊരു പ്രശ്നമാണ്. കാര്യം 1 മിനിറ്റിന് മുമ്പ് ദൈവത്തിന് വേണമെങ്കിൽ എന്നെ സൃഷ്ടിക്കാം. 1 മിനിറ്റിന് മുമ്പ് ഈ പ്രപഞ്ചവും എന്നെയും ദൈവം സൃഷ്ടിക്കുന്നു, അതിനുശേഷം ഞാൻ വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നു. അങ്ങനെ ഒരു സിനാരിയോ തീസത്തിൽ പോസിബിളാണ്. അപ്പോൾ എനിക്കെങ്ങനെ അറിയാം ദൈവം എന്നെ 1 മിനിറ്റിന് മുമ്പ് സൃഷ്ടിച്ചതാണോ അല്ലയോ എന്നുള്ളത് എനിക്കെങ്ങനെ അറിയാം? എനിക്കറിയത്തില്ല. അപ്പോൾ മൾട്ടിവേഴ്സിൽ ഇതൊരു പ്രശ്നമാണ് എന്ന് ആശിഷ് പറയുന്നുണ്ടെങ്കിൽ തീസത്തിൽ ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മിക്ക എത്തിസ്റ്റുകളും ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തോ വന്നു എന്നാണ് വിശ്വസിക്കുന്നത് എന്നാണ് വിശ്വാസികൾ പറയുന്നത്. ബട്ട് നിരീശ്വരവാദികൾ വിശ്വസിക്കുന്നത് നത്തിങ്ങിൽ നിന്നാ പ്രപഞ്ചം മൊത്തം ഉണ്ടായത്. ബേസിക്കലി ഇതൊരു സ്ട്രോമാൻ ആണ്. നിരീശ്വരവാദികൾ പ്രപഞ്ചം ഒന്നുമില്ലായ്മയിൽ നിന്ന് വരുന്നു എന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല. എന്തായാലും മെയിൻ സ്ട്രീമിലുള്ള ഏത്തീസ്റ്റുകളൊന്നും അങ്ങനെ ഒരു ഒപ്പീനിയൻ പറയാറില്ല, അങ്ങനെ ഒരു ബിലീഫ് ഫോം ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഏത്തീസ്റ്റിനെ ബാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, നിരീശ്വരവാദികൾ സാധാരണ വിശ്വസിക്കാറ് ഒന്നെങ്കിൽ 2 ടൈപ്പ് നിരീശ്വരവാദികളുണ്ട്. ഒന്നെങ്കിൽ പ്രപഞ്ചം ഇങ്ങനെ അനന്തമായിട്ട്, പ്രപഞ്ചം എന്ന് ഉദ്ദേശിച്ചത് ഈ ഫിസിക്കൽ റിയാലിറ്റി, അത് ഈ ഒരു ലോക്കൽ പ്രപഞ്ചം മാത്രമല്ല. ലോക്കൽ പ്രപഞ്ചം എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഈ ബിഗ് ബാങ് കഴിഞ്ഞ് എക്സ്പാൻഡായി വന്ന ഒരു സ്പേസ് ടൈം എന്നുള്ളത് മാത്രമല്ല. മൾട്ടിവേഴ്സ് ഉണ്ടെങ്കിൽ ആ മൾട്ടിവേഴ്സ്, ഇതിന് പിന്നിലൊരു യൂണിവേഴ്സ് ഉണ്ട്, ആ യൂണിവേഴ്സ്. അപ്പോൾ 2 രീതിയിലുള്ള വിശ്വാസങ്ങളാണുള്ളത്. ഒന്ന്, ഈ ഒരു പ്രപഞ്ചം ഇങ്ങനെ എറ്റേണലായിട്ട് പിന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇനീഷ്യലായിട്ടുള്ള ഒരു ഫിസിക്കൽ അവസ്ഥ, ആ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ കാണുന്ന ഈ പ്രപഞ്ചം എവോൾവ് ചെയ്തുണ്ടായി വരുന്നു. ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള വ്യൂസാണ് OPയുടെ ഇനീഷ്യൽ സ്റ്റേറ്റിൽ, പ്രപഞ്ചത്തിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ട്, അതിൽ നിന്ന് റെസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സ് വന്നു. അപ്പോൾ ഈ 2 വ്യൂ ആണുള്ളത്. തീയിസ്റ്റുകൾക്കുള്ള ഓപ്ഷൻ എന്താണ്? തീയിസ്റ്റുകൾക്കുള്ള ഓപ്ഷൻ ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന് പ്രപഞ്ചം സൃഷ്ടിച്ചു എന്നാണ് ഡോമിനൻ്റ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ദൈവം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തോ ഒരു സാധനത്തിനെ മാറ്റുമ്പോഴാണ് പ്രപഞ്ചം വരുന്നത്. പക്ഷേ ഇവരുടെ തിയറി ശരിയാണ്, ആശിഷിൻ്റെ തിയറി ശരിയാവണമെന്നുണ്ടെങ്കിൽ ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്നെ പ്രപഞ്ചം സൃഷ്ടിക്കണം. അതാണ് പ്രശ്നം. ക്രിസ്ത്യൻ തീയിസം ക്രിയേഷൻ എക്സ് നിഹിലോ എന്ന് പറഞ്ഞ ഡോക്ടറിനാണ്
അക്സെപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആശിഷിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രശ്നമാണ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് പ്രപഞ്ചം വന്നു എന്നുള്ളത്. വിശ്വാസികൾ ചോദിക്കാറുള്ള ചോദ്യങ്ങളിൽ അനേകം ചോദ്യങ്ങളിൽ ഒരു ചോദ്യം മാത്രമാണ് എങ്ങനെയാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും വന്നു എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ വിശ്വാസികൾ നിരീശ്വരവാദികളോട് ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് അതിലേതെങ്കിലുമൊക്കെ ഒരു ചോദ്യങ്ങൾ എന്താണ് ആ ചോദ്യം നോക്കിയിട്ട് അതിന് മറുപടി പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് എങ്ങനെ എല്ലാം വന്നു എന്നുള്ളൊരു ചോദ്യം ഒരു തരത്തിലും ഒരു എത്തിയിസ്റ്റിനെ കുഴപ്പിക്കുന്ന ചോദ്യമേ അല്ല.